എല്ലാവർക്കും ടോപ്പ് സീക്രട്ട് ബൈ കൺമണി എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാനിന്ന് വന്നിട്ടുള്ളത് പത്തരമാറ്റി സീരിയലിൻ്റെ വരാൻ പോകുന്ന അടിപൊളി എപ്പിസോഡിൻ്റെ റിവ്യൂമായിട്ടാണ്. ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. എങ്കിലേ വരാൻ പോകുന്ന അടിപൊളി എപ്പിസോഡുകളിലെ റിവ്യൂ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് കാണാൻ കഴിയും. എന്നാൽ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അഭിയെക്കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം തന്നെ അറിയുന്ന നവ്യ അതൊന്നും തന്നെ ഒട്ടും സഹിക്കാൻ കഴിയാതെ ആകെ തകർന്ന അവസ്ഥയിൽ നവ്യയുടെ റൂമിൽ കയറിയതിന് ശേഷം റൂമിലുള്ള എല്ലാ വസ്തുക്കളും എടുത്ത് വലിച്ചെറിഞ്ഞ് ഉടയ്ക്കുന്നുണ്ട്. എല്ലാം തന്നെ വലിച്ചു വാരിയിട്ട് തൻ്റെ ദേഷ്യം അങ്ങനെ തീർത്തുകൊണ്ടിരിക്കുകയാണ് നവ്യ. ഇതേ സമയത്താണ് നയൻ അങ്ങോട്ടേക്ക് ചെല്ലുന്നത്. ഇതെല്ലാം കാണുമ്പോൾ നയന നവ്യയോട് പറയുന്നുണ്ട്, ചേച്ചി ഇങ്ങനെ വയലൻ്റ് ആവാതെ ഒന്ന് സമാധാനപ്പെട് എന്ന് പറയാണ്. ഞാൻ എങ്ങനെ സമാധാനപ്പെടാനാ? അവൻ എന്നോട് ചെയ്തിട്ടുള്ള ക്രൂരത ആലോചിക്കുമ്പോൾ എനിക്കത് സഹിക്കാൻ കഴിയുന്നില്ല. അവനെ ഞാൻ എത്രത്തോളം വിശ്വസിച്ചു. മറ്റെല്ലാവരെക്കാട്ടിലും ഞാൻ അവനെ വിശ്വസിച്ച് അവൻ്റെ കൂടെ തന്നെ നിന്നു. എന്നാൽ അവൻ ചെയ്തത് ഇത്രയും വലിയ ക്രൂരതയാണെന്ന് അറിയാതെയാണ് ഞാൻ അവൻ്റെ കൂടെ നിന്നത്. എന്നോട് ഇത്രയും വലിയ തെറ്റ് ചെയ്യാൻ അവൻ എങ്ങനെയാണ് സാധിച്ചത്? ചന്തുമോള് അവള് അബിയുടെ കുഞ്ഞാണെന്ന് അറിഞ്ഞപ്പോൾ എനിക്കുണ്ടായ വേദന എനിക്കത് സഹിക്കാൻ കഴിയുന്നില്ല എന്നെല്ലാം പറഞ്ഞുകൊണ്ട് പൊട്ടിക്കരയുന്നുണ്ട് നവ്യ. നയന ചേച്ചിയുടെ ഈ ഒരു അവസ്ഥ കാണാതിരിക്കാൻ വേണ്ടിയാണ് സത്യങ്ങളെല്ലാം അറിഞ്ഞിട്ടും ഞാനൊന്നും തന്നെ ചേച്ചിയോട് പറയാതിരുന്നത്. ചേച്ചിയും അബിയും എല്ലാവരും ആദർശേട്ടനെ കുറ്റം പറയുമ്പോഴും ഞാൻ ഒന്നും മിണ്ടാതിരുന്നത് ചേച്ചിയുടെ ഈ തകർന്ന അവസ്ഥ കാണാൻ സാധിക്കാത്തത് കൊണ്ടാണ്. എന്നാലിപ്പോൾ എല്ലാ കാര്യങ്ങളും ചേച്ചി മനസ്സിലാക്കിയതിന് ശേഷം എനിക്ക് ചേച്ചിയെ സമാധാനിപ്പിക്കാൻ പോലും കഴിയുന്നില്ല. കാരണം ഒരാൾക്കും സഹിക്കാൻ കഴിയാത്ത അത്രയും വലിയൊരു ആഘാതമാണ് ചേച്ചിയുടെ മനസ്സിനെ ഏറ്റിയിട്ടുള്ളത് എന്നെല്ലാം പറയുന്നുണ്ട് നയന. നവ്യ പറയുന്നുണ്ട്, ശരിയാണ്, ഞാൻ ഈ കാര്യങ്ങളൊന്നും അറിയാതെ ആദർശേട്ടനെയും എന്നെയും എത്രത്തോളമാണ് അപമാനിച്ചത്. എന്തെല്ലാം ഞാൻ നിങ്ങളെ എല്ലാവരും പറഞ്ഞിട്ടുണ്ട്. ആദർശേട്ടനെ അപമാനിച്ചതിനെല്ലാം അദ്ദേഹത്തിൻ്റെ കാലിൽ വീണ് മാപ്പ് പറഞ്ഞാൽ പോലും മതിയാവില്ല. അത്രത്തോളം ഞാൻ അദ്ദേഹത്തെ അപമാനിച്ചിട്ടുണ്ട്. ഇതിനെല്ലാമുള്ള ശിക്ഷയായിരിക്കും എനിക്കിപ്പോൾ കിട്ടി. അബിയാണ് ഇത്രയും വലിയ തെറ്റ് ചെയ്തതെന്ന് മനസ്സിലാക്കി ഈ സമയം എനിക്കിത് ഒരിക്കലും താങ്ങാൻ കഴിയാവുന്ന ഒരു അവസ്ഥയല്ല എന്നെല്ലാം പറയുന്നുണ്ട് നവ്യ. എന്നാലും ചന്തുമോള് അബിയുടെ കുഞ്ഞാണെന്ന് അറിഞ്ഞിട്ടും നിങ്ങളുടെ സ്വന്തം കുഞ്ഞായി വളർത്താൻ തീരുമാനിച്ചില്ലേ? സ്വന്തം മകളായി അവളെ സ്നേഹിക്കാനെല്ലാം തീരുമാനിച്ചില്ലേ? അതെല്ലാം എനിക്ക് വേണ്ടിയിട്ടാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഇപ്പോഴാണ് ആ സത്യം. നിങ്ങളോട് ഞാൻ ചെയ്ത ക്രൂരതയെല്ലാം നോക്കുമ്പോൾ നിങ്ങൾ എന്നോട് ഈ ഒരു കാരുണ്യം പോലും ചെയ്യാൻ പാടില്ലാത്തതാണ് എന്നെല്ലാം പറഞ്ഞുകൊണ്ട് കരയുന്നുണ്ട് നവ്യ. ഇതേ സമയത്താണ് മുത്തശ്ശൻ അങ്ങോട്ടേക്ക് വരുന്നത്. മുത്തശ്ശനോട് നവ്യ പറയുന്നുണ്ട്, മുത്തശ്ശ, ഞാൻ അങ്ങയോട് ചെയ്തത് വളരെ വലിയ തെറ്റാണ്. അങ്ങയെ അപമാനിക്കാൻ വേണ്ടി ഞാൻ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തു. എന്നോട് ക്ഷമിക്കണം. അബിയാണ് ആ കുഞ്ഞിൻ്റെ അച്ഛൻ എന്ന് എനിക്ക് അറിയില്ലായിരുന്നു. ഇത്രയും വലിയ തെറ്റ് ചെയ്തത് അവനാണെന്ന് അറിയാതെയാണ് ഓരോ കാര്യങ്ങളും ഞാൻ ചെയ്തു കൂട്ടിയത്. അവൻ്റെ പക്ഷം പറഞ്ഞുകൊണ്ട് എത്ര തവണയായി ഞാൻ മുത്തശ്ശൻ്റെ അടുത്തോട്ട് വന്നിട്ടുള്ളത്. എന്നാൽ ഒരു തവണ പോലും മുത്തശ്ശൻ അബിയാണ് ഈ കാര്യങ്ങളെല്ലാം ചെയ്തത്, അവൻ്റെ തെറ്റാണ് ഇതെല്ലാം എന്നൊന്നും എന്നോട് ഒരു തവണ പോലും പറഞ്ഞിട്ടില്ല. എൻ്റെ മനസ്സ് വേദനിപ്പിക്കാതിരിക്കാൻ വേണ്ടിയാണ് മുത്തശ്ശൻ ഈ കാര്യങ്ങളെല്ലാം മറച്ചു വെച്ചതെന്ന് എനിക്കിപ്പോൾ മനസ്സിലായി. എന്നോട് ക്ഷമിക്കണം മുത്തശ്ശ. അത്രയും വലിയ തെറ്റ് ഞാൻ മുത്തശ്ശനോട് ചെയ്യാൻ പാടില്ലായിരുന്നു എന്നെല്ലാം പറഞ്ഞ് മുത്തശ്ശൻ്റെ കാലിൽ വീഴുന്നുണ്ട് നവ്യ. മുത്തശ്ശൻ പറയുന്നുണ്ട്, മോളെ, നിൻ്റെ ഈ അവസ്ഥ എനിക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും. നീ ഈ ഒരു അവസ്ഥയിലൂടെ കടന്നു പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ കാര്യങ്ങളെല്ലാം നിന്നിൽ നിന്നും മറച്ചു വെച്ചത്. എന്നാലിപ്പോൾ നീയായിട്ട് തന്നെ സത്യങ്ങളെല്ലാം മനസ്സിലാക്കിയ സ്ഥിതിക്ക് ഇനി എന്ത് വേണമെങ്കിലും നിനക്ക് തീരുമാനിക്കാം. അവനെ പോലീസിനെ കൊണ്ട് അറസ്റ്റ് ചെയ്യിക്കണോ? എന്താണ് ചെയ്യേണ്ടത്? നീ ഒന്ന് പറഞ്ഞാൽ മതി. അതുപോലെ തന്നെ നമുക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാം എന്ന് പറയാണ്. അവനെ പോലീസിനെ കൊണ്ട് അറസ്റ്റ് ചെയ്യിക്കൊന്നും അല്ല മുത്തശ്ശ വേണ്ടത്. ഞാൻ തന്നെ അവനെ കൊന്നു കളയും. എനിക്ക് അത്രയും ദേഷ്യമാണ് അവനോടുള്ളത്. അവൻ എന്നെ ചതിച്ചു. എൻ്റെ കുഞ്ഞിനെയും എന്നെയും അവൻ ചതിക്കായിരുന്നു ഇത്രയും നാളും. അതെല്ലാം ആലോചിക്കുമ്പോൾ അവനെ കൊല്ലാനുള്ള ദേഷ്യമാണ് എനിക്കുള്ളത്. അവനെ പോലീസിന് വിട്ടുകൊടുക്കല്ല, അവനെ ഞാൻ കൊന്നു കളയും എന്നെല്ലാം പറയുന്നുണ്ട് നവ്യ. മുത്തശ്ശൻ പറയുന്നുണ്ട്, നീ അവനെ കൊന്നു കളഞ്ഞാൽ എന്ത് കാര്യമാണ് നിനക്ക് കിട്ടാൻ പോകുന്നത്? നിന്റെ കുഞ്ഞ് വഴിയാതാറായി പോവും. അവനൊരു അമ്മയുടെ സ്നേഹം കിട്ടില്ല. അതല്ലേ ഉണ്ടാവാൻ പോകുന്നത്.
നീ നന്നായി ജീവിക്കുകയാണ് വേണ്ടത്. ഈ വീട്ടിൽ തന്നെ നീ സന്തോഷത്തോടെ ജീവിക്കണം. ഈ വീട് നിനക്കും അവകാശപ്പെട്ടതാണ്. അതുകൊണ്ട് നീ ഇവിടെ സന്തോഷത്തോടെ ജീവിക്കണം. ആ അബി, അവൻ്റെ കാര്യം ഇനി ഞാൻ നോക്കിക്കോളാം എന്ന് പറയുന്നുണ്ട് മുത്തശ്ശൻ. ഇല്ല മുത്തശ്ശ, അവൻ അങ്ങനെ വെറുതെ വിടാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അവന് തക്കതായ ശിക്ഷ ഞാൻ തന്നെ. എന്നെ പോലെ തന്നെ വളരെ നേരത്തെ ചതിക്കപ്പെട്ടവളാണ് അനഘ. ഇന്നീ അവസ്ഥയിൽ അവൾ കിടക്കാൻ അഭി തന്നെയാണ്. അവന് ഇതിനെല്ലാം ഉള്ള ശിക്ഷ ഞാൻ കൊടുത്തിരിക്കും എന്നെല്ലാം പറയാണ് നവ്യ. ചേച്ചി, അഭിക്ക് ഈ ശിക്ഷ കൊടുക്കാൻ ഒന്നിനും പോണ്ട. അതിന് നിയമവും കോടതിയും എല്ലാം ഉണ്ടല്ലോ. നമുക്ക് അഭിയെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരാം. അവൻ ചെയ്ത തെറ്റിനുള്ള ശിക്ഷ അവന് പോലീസുകാർ കൊടുത്തോളും എന്നെല്ലാം പറയുന്നുണ്ട്. അതുകൊണ്ട് എന്ത് ശിക്ഷ അവന് കിട്ടാനാ? കുറച്ചു നാൾ ജയിലിൽ കിടക്കും, അത്രയല്ലേ ഉള്ളൂ. എന്നാൽ അവൻ ചെയ്തു കൂട്ടിയിട്ടുള്ള തെറ്റിനെല്ലാം ആ ഒരു ശിക്ഷ കിട്ടിയാൽ പോരാ അവന് എന്ന് പറയുന്നുണ്ട്. എനിക്ക് ആദ്യം മാപ്പ് പറയാനുള്ളത് ആദർശേട്ടനോടാണ്. ആദർശേട്ടനെ ഞാൻ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിനോട് അതിന് എത്ര മാപ്പ് ചോദിച്ചു? നയന പറയുന്നുണ്ട്, വേണ്ട ചേച്ചി, ചേച്ചിയുടെ അവസ്ഥയെല്ലാം നന്നായിട്ട് അറിയാം ആദർശേട്ടന്. അതുകൊണ്ട് തന്നെയാണ് ചേച്ചിയോട് ഒരു കാര്യങ്ങളും പറയാതിരുന്നത്. ഇനി അതൊന്നും ആലോചിച്ച് ചേച്ചി വിഷമിക്കേണ്ട. അബിയെ ഇനി എന്ത് ചെയ്യണമെന്നാണ്? ഇനിയും അബിയെ നല്ല രീതിയിൽ മാറ്റിയെടുക്കാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അവൻ്റെ ക്രൂരതകൾ അത്രയും അതിര് കടന്നതാണ്. അതുകൊണ്ട് തന്നെ അവനെ ഒരിക്കലും മാറ്റിയെടുക്കാൻ കഴിയുമെന്ന് എനിക്ക് ഒട്ടും തോന്നുന്നില്ല. ചേച്ചിക്ക് എന്ത് തീരുമാനം വേണമെങ്കിലും എടുക്കാവുന്നതാണ് എന്ന് പറയുന്നുണ്ട് നയന. അബി എൻ്റെ മുന്നിൽ എത്ര നല്ലവനായിട്ടാണ് അഭിനയിച്ചത്. അവൻ ഇനി മുതൽ നന്നായി എന്ന രീതിക്ക് എൻ്റെ മുന്നിൽ കിടന്ന് അഭിനയിച്ചപ്പോൾ അതെല്ലാം വിശ്വസിച്ച ഞാനാണ് മണ്ടി. അവൻ എന്നോട് ഒരുപാട് സ്നേഹം കാണിച്ചപ്പോൾ ഞാൻ അതിൽ വീണുപോയി. അവൻ എന്നെ ഒരുപാട് ഇഷ്ടമാണ് എന്നാണ് ഞാൻ വിചാരിച്ചത്. എന്നാൽ സത്യങ്ങളൊന്നും ആരും അറിയാതിരിക്കാനും എന്നെ എങ്ങനെയെങ്കിലും പാട്ടിലാക്കാനുമാണ് അവൻ നോക്കിയത്. അതൊന്നും മനസ്സിലാക്കാതെ അവൻ്റെ വലയിൽ പോയി കുരുങ്ങാണ് ഞാൻ ചെയ്തത്. എനിക്കാണ് തെറ്റുപറ്റി പോയത് എന്നെല്ലാം പറയുകയാണ് നവ്യ. എൻ്റെ അമ്മായിയമ്മ പറയുന്നൊരു സ്ത്രീ ഉണ്ടല്ലോ, അവർക്കും ഈ കാര്യങ്ങളിലെല്ലാം കൈയുണ്ടായിരിക്കുമല്ലേ എന്ന് ചോദിക്കുകയാണ്. ഇതേ സമയം നയന പറയുന്നുണ്ട്, അവരും ഈ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കുന്നത് ഇപ്പോൾ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ്. അതുകൊണ്ട് അവർക്കിതിൽ കൈയൊന്നുമില്ല എന്ന് പറയുന്നുണ്ട്. അങ്ങനെ വരാനൊന്നും വഴിയില്ല. എല്ലാ കാര്യങ്ങളും അവർക്കും അറിയുന്നുണ്ടാവും. അവനേക്കാൾ വലിയ കള്ളിയാണ്. അവനെ ഓരോന്ന് പറഞ്ഞ് പാട്ടിലാക്കുന്നതും അവർ തന്നെയാണ്. അവരാണ് അവനെ കേടുവരുത്തുന്നത് എന്നെല്ലാം പറയുകയാണ് നവ്യ. എങ്ങനായാലും ആ അബി ഇങ്ങോട്ടേക്ക് വരട്ടെ, അവൻ്റെ അവസാനം ഇന്ന് എൻ്റെ കൈ കൊണ്ട് തന്നെ നടക്കും എന്നെല്ലാം പറയുന്നുണ്ട്. അവനെ ഞങ്ങൾ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടതും അവൻ ഈ ഓഫീസ് കാര്യങ്ങളൊന്നും ഏൽപ്പിക്കാത്തതുമെല്ലാം ഈ ഒരു കാരണം കൊണ്ട് തന്നെയാണ്. അവൻ്റെ കയ്യിലിരിപ്പ് ഒട്ടും നല്ലതല്ല. അവൻ ചെയ്യുന്നതെല്ലാം തെറ്റായിട്ടുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ ഒരു സ്ഥാനവും അവന് കാര്യങ്ങളൊന്നും മോളോട് പറയാൻ കഴിയാത്തത് കാരണം ഞങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ടിരുന്നു. അവൻ്റെ ഈ സ്വഭാവം വെച്ച് എങ്ങനെയാണ് അവന് നല്ലൊരു ജോലി കൊടുക്കുന്നത്? അവൻ എല്ലാ കാര്യത്തിലും തട്ടിപ്പും വെട്ടിപ്പും മാത്രമേ പഠിച്ചിട്ടുള്ളൂ. അവൻ നല്ലൊരാളായി ജീവിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇനി എത്ര അവസരം അവന് കൊടുത്തിട്ടുണ്ടെങ്കിലും അവൻ ഇത് തന്നെ ആയിരിക്കും ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ തന്നെ എത്ര അവസരങ്ങൾ അവന് കൊടുത്തത്, എന്നാൽ ഇതുവരെ അവൻ നന്നായിട്ടില്ല. ഓരോരോ പ്രശ്നങ്ങൾ ഓരോ തവണ ഉണ്ടാക്കി വെക്കുക എന്നുള്ളതല്ലാതെ അവൻ ഇതുവരെയും നന്നായിട്ടില്ലല്ലോ എന്നെല്ലാം പറയുകയാണ് മുത്തശ്ശൻ. നവ്യ പറയുന്നുണ്ട്, അവൻ ഒരിക്കലും നന്നാവും എന്നുള്ള പ്രതീക്ഷ ഇനി എനിക്കില്ല. അവൻ ഈ ചെയ്ത ക്രൂരതയ്ക്കുള്ള ശിക്ഷ അവന് കൊടുക്കുക തന്നെ വേണം. ഇനിയും അവൻ്റെ കൂടെ അവൻ്റെ ഭാര്യയായിട്ട് ജീവിക്കാൻ എന്നെ കിട്ടില്ല. അവന് കണ്ട പെണ്ണുങ്ങളുടെ കൂടെ പോവാനാണ് താല്പര്യമെങ്കിൽ അവൻ എന്താന്ന് വെച്ചാൽ ചെയ്തോട്ടെ. ഇപ്പോഴും അവൻ വേറെ വല്ല പെണ്ണുങ്ങളുടെയും പുറകെ ആയിരിക്കും. അവനെ വിശ്വസിക്കാൻ തന്നെ കഴിയില്ല എന്നെല്ലാം പറയാണ്. ഇത്രയുമാണ് വരാൻ പോകുന്ന എപ്പിസോഡിൽ നടക്കാൻ പോകുന്നത്. ഈ എപ്പിസോഡ് ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും വീഡിയോ ലൈക്ക്